പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഇന്ന് മെയ് മാസം 16-ാം തീയതി. ഈ മെയ് മാസ വണക്കത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ദേവാലയത്തിലെ ദൈവമാതാവിൻ്റെ ശുദ്ധീകരണ നടപടിയെക്കുറിച്ചാണ്. അതിൽ തന്നെ ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവമാതാവിൻ്റെ അനുസരണത്തെ പറ്റിയും, രണ്ടാമതായി എളിമയെപ്പറ്റിയും, മൂന്നാമതായി പരസ്നേഹത്തെ പറ്റിയുമാണ് ധ്യാനിക്കുന്നത്. ഈ മെയ് മാസം മുഴുവനും ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോരോ ദൈവിക പുണ്യങ്ങളെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോരോ രക്ഷാകര സംഭവങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത്. ഈ ഒരു ധ്യാന വിചിന്തനം വഴി, മനനം വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു ആത്മീയ ഭക്ഷണം, അതിലേക്കാളൊക്കെ ഉപരി ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ദൈവിക പുണ്യങ്ങളെ നമ്മുടെ ജീവിതത്തിലും സ്വായത്തമാക്കുവാനുള്ള ഒരു നടപടി കൈക്കൊള്ളുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്നാമതായിട്ട് ഇന്ന് ദേവാലയത്തിലെ ദൈവമാതാവിൻ്റെ ശുദ്ധീകരണ നടപടിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവമാതാവിൻ്റെ അനുസരണത്തെ പറ്റിയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത്. ലേവായ പുസ്തകത്തിൽ വ്യക്തമായി ഒരു സ്ത്രീ പ്രസവശേഷം ഏതെല്ലാം ശുദ്ധീകരണ നടപടികളിലൂടെ കടന്നു പോകണമെന്ന് 12-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒരു സ്ത്രീ ജന്മം നൽകുന്നത് ഒരു ആൺകുഞ്ഞിനെയാണെന്നുണ്ടെങ്കിൽ 7 ദിവസം ശുദ്ധീകരണത്തിനായി കാത്തിരുന്ന് 8-ാം ദിവസം പരിച്ഛേദന കർമ്മം ശിശുവിൻ്റെ നടത്തി വീണ്ടും 33 ദിവസം രക്തശുദ്ധീകരണത്തിനായി കാത്തിരുന്നതിന് ശേഷം മാത്രമുള്ളൂ ദേവാലയത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ വസ്തുക്കളിൽ സ്പർശിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ എന്ന് ലിഖിത നിയമങ്ങളുണ്ട്. ഒപ്പം തന്നെ പെൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയാണ് ഈ ശുദ്ധീകരണ സമയം എന്ന് പറയുന്നത്. 7 ദിവസം എന്ന് പറയുന്നത് 14 ദിവസവും പിന്നീട് 33 എന്നുള്ളത് 66 ദിവസവുമാണ്. അതിനുശേഷം പരിച്ഛേദന നടപടികൾക്ക് ശേഷം ആൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ 8-ാം ദിവസം പരിച്ഛേദനം ചെയ്തതിന് ശേഷം ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദഹനബലിക്കായി ഒരു കുഞ്ഞാടിനെയോ ഒപ്പം തന്നെ പാപപരിഹാര ബലിക്കായി ഒരു ചെങ്ങാലിയെയോ സമർപ്പിക്കണം എന്നുള്ളൊരു നിയമം കൂടി എഴുതി വച്ചിട്ടുണ്ട്. നമുക്കറിയാം, ദൈവമാതാവും യൗസേപ്പിതാവും സമർപ്പിക്കുന്നത് ഒരു ജോഡി ചെങ്ങാലികളെയാണ്. കാരണം അവർ അനുസരണത്തിൻ്റെ ആ ഒരു പ്രതീകമായിട്ടാണ്, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈശോയെയും കൊണ്ട് ദൈവമാതാവും യൗസേപ്പിതാവും ശുദ്ധീകരണ കർമ്മത്തിനായി ഈശോയെ സമർപ്പിക്കുന്നതിനായി ദേവാലയത്തിലേക്ക് വരുന്നത്. അവർ സമർപ്പിക്കുന്നത് ഒരു ജോഡി ചെങ്ങാലികളെയാണ്. എന്തുകൊണ്ടാണ് ഇവർ ഒരു ജോഡി ചെങ്ങാലികളെ സമർപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ആട്ടിൻകുട്ടിയെ ദഹനബലിക്കും ഒരു ചെങ്ങാലിയെ പാപപരിഹാര ബലിക്കുമാണ് സമർപ്പിക്കേണ്ടത്. ഇനി ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ ഒരു വ്യക്തിക്ക് പൈസ ഇല്ലെങ്കിൽ ഒരു കർമ്മത്തിന് പകരമായിട്ടാണ് ഈ ഒരു ജോഡി ചെങ്ങാലികളെയോ അല്ലെങ്കിൽ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കാഴ്ചയായിട്ട് അർപ്പിക്കുന്നത്. അപ്പോൾ 1 ദഹനബലിക്കും 2 പാപപരിഹാര ബലിക്കും. ഇങ്ങനെ ദൈവമാതാവും യൗസേപ്പിതാവും സമർപ്പിക്കുമ്പോൾ നമ്മളിന്ന് പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ഇവർ അനുവർത്തിച്ച അനുസരണം എന്ന ദൈവിക പുണ്യങ്ങളെക്കുറിച്ചാണ്. അനുസരണം എന്ന ദൈവിക പുണ്യത്തെക്കുറിച്ചാണ്. നമ്മളും ഇതേപോലെ ഈ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടും, നിങ്ങളോട് 6 നിബന്ധനകളുണ്ട്, ഇതേപോലെ പാപങ്ങളെല്ലാം വെറുത്തുപേക്ഷിക്കണം, നിങ്ങളെ തന്നെ എളിമപ്പെടുത്തണം എന്നൊക്കെ. പക്ഷേ ഒത്തിരിയേറെ മക്കളാണ് ഈ ഒരു നിബന്ധനകളും ക്ലാസ്സുകളും എല്ലാം കേട്ടിട്ടും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താതെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ മാത്രം നോക്കിപ്പാർത്ത് ജീവിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവമാതാവും യൗസേപ്പിതാവും ഇന്ന് ഈ വണക്ക വായനയിലൂടെ പറഞ്ഞു തരുന്ന പാഠം, അവർ ദൈവത്തിൻ്റെ മാതാവായിരുന്നിട്ട് പോലും, രക്ഷകൻ്റെ അമ്മയായിരുന്നിട്ട് പോലും, ഈ ഒരു ശുദ്ധീകരണ നടപടികളിലൂടെ കടന്നു പോകേണ്ട ഒരാവശ്യമില്ലാതിരുന്നിട്ട് പോലും ദൈവത്തിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ അനുവർത്തിക്കുക വഴി മറ്റുള്ളവർക്ക് മാതൃകയാകാനും ദൈവത്തിൻ്റെ കൽപ്പന അത് സ്നേഹത്തോടെ നിവർത്തിക്കാൻ മറ്റുള്ളവർക്കൊരു പ്രേരണ നൽകുകയാണ് ചെയ്യുന്നത്. നമ്മളും ഇതേപോലെ യാതൊരു ആവശ്യമില്ലാതിരുന്നിട്ട് പോലും നമ്മൾ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്ക് അപ്പുറത്തൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രീതിയാണ് നമ്മൾ സമ്പാദിക്കുന്നത്. ഈ പ്രീതി, ദൈവത്തിൻ്റെ പ്രീതി നമ്മൾ ആർജിക്കുമ്പോഴാണ്
ജീവിതത്തിൽ കൃപ വന്നു നിറഞ്ഞ് വൻ കാര്യങ്ങൾ ദൈവപിതാവ് നമ്മളിലൂടെ ചെയ്യുന്നത്. അതാണ് ഈ ഒന്നാമത്തെ വിചിന്തനം നമുക്ക് നൽകുന്ന സന്ദേശം. ദൈവമാതാവും യൗസ്യപിതാവും പ്രകടിപ്പിച്ച അനുസരണം എന്ന ദൈവിക പുണ്യം. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഇവർ പ്രകടിപ്പിച്ച എളിമയെക്കുറിച്ചാണ്. നമുക്കറിയാം, ദൈവമാതാവ് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയാണ്. അപ്പോൾ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ദൈവമാതാവിനെ സംബന്ധിച്ചിടത്തോളം, അതായത് അവരുടെ ഒരു പദവിക്ക് അനുസരണം ഒരു ആട്ടിൻകുട്ടിയെയും ഒരു ചെങ്ങാലിയും കൊണ്ടുപോയി സമർപ്പിക്കാമായിരുന്നു. പക്ഷേ എളിമയെന്ന ദൈവിക പുണ്യം ഇവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് കൊണ്ട് പാവപ്പെട്ടവർ സമർപ്പിക്കുന്ന ആ ഒരു ജോഡി ചെങ്ങാലികളെയും കൊണ്ടാണ് ഇവർ ദേവാലയത്തിൽ ഈശോയെ സമർപ്പിക്കാൻ കടന്നു ചെല്ലുന്നത്. ഇത് എളിമയുടെ വലിയൊരു മാതൃകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: ഉള്ളതിലധികം മേന്മ നിങ്ങൾ ആരും ഭാവിക്കരുത്. നമ്മളിൽ പലരും മരിയൻ ഉടമ്പടിയിലെ അനുഗ്രഹങ്ങൾ ലാഗ് ചെയ്യാൻ ഒരു കാരണം ഇവിടെ സാക്ഷി കൗണ്ടറിലൊക്കെ ഇരിക്കുമ്പോൾ സാക്ഷ്യത്തിൽ ഒന്നും ലഭിച്ചില്ല എന്നൊക്കെ പറയുന്ന വ്യക്തികളെ അവരെ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം അല്ലെങ്കിൽ കൃപ അവർക്ക് വന്ന് നിറയാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ഒരു കാര്യങ്ങളാണ്. അവർ എന്തൊക്കെയോ ആണെന്ന് ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ തിരുവചനം എന്താണ്? ദൈവ തിരുസന്നിധിയിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നമ്മൾ ഈ നിബന്ധനകളൊക്കെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ദൈവഭയത്തോടെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, ഞാൻ ദൈവത്തെ ശരണപ്പെടുന്നു, എളിമപ്പെടുന്നു, ദൈവത്തെ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ്. പക്ഷേ ഈ ഭയപ്പെടലും ശരണപ്പെടലും എല്ലാം ദൈവത്തെ ഭയന്നുകൊണ്ട് മാത്രമാകരുത്, അത് ദൈവസ്നേഹത്തോടെ ആയിരിക്കണം. ഇന്ന് കൃപാസന അൾത്താരയിൽ ഒരു അക്രൈസ്തവയായ അമ്മ വൻ സാക്ഷ്യങ്ങൾ ഒരു 30 മിനിറ്റോളം അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവർ അവസാനം പറഞ്ഞു നിർത്തിയത് ഇപ്രകാരമാണ്: ഞാൻ കൃപാസനത്തിൽ കടന്നു വരുമ്പോൾ 5 രൂപ എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഇല്ല, ഇന്നും എനിക്ക് എക്സ്ട്രാ ഒന്നുമില്ല. പക്ഷേ വൻ കാര്യങ്ങളാണ് ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് വഴി നടന്നത്. അത് 20 വർഷമായിട്ട് ചോർന്നൊലിക്കുന്ന പൊട്ടി ഒലിക്കുന്ന ഒരു വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു വീട് വെച്ചുകൊണ്ട് അവരുടെ വീട്ടിലൊന്നും നടത്താൻ പറ്റില്ല, മകൻ്റെ കല്യാണം ഉൾപ്പെടെ. പക്ഷേ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വ്യക്തി അടിയന്തരമായിട്ട് ഈ അമ്മയെ സഹായിച്ചു. അപ്പോൾ അത് ഇവർക്ക് തന്നെ പ്രചോദനം തോന്നിയതാണ്. ആ വ്യക്തിയോട് ചോദിക്കണം. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല, ആരെല്ലാം സഹായിച്ച് അവർക്ക് ഇപ്പോഴും വീട്ടിലോട്ട് കയറാൻ അത്ഭുതമാണെന്നാണ് അവർ ഇന്ന് സാക്ഷ്യത്തിൽ പറഞ്ഞത്. അതായത് അത്രയേറെ ദൈവമാതാവ് കനിഞ്ഞ് അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ അവരുടെ സാക്ഷ്യം ശ്രവിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രകാരമാണ്: കാരുണ്യപ്രവൃത്തി ചെയ്യാൻ വേണ്ടി 100 രൂപ പോലും ഒരാൾക്ക് എടുത്തു കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ പുറകുവശത്തെ ഒരു കപ്പങ്ങ എന്ന് പറയുന്നത്, കപ്ലങ്ങ, നിങ്ങളുടെ നാട്ടിലൊക്കെ പപ്പായ എന്ന് പല ഭാഷകളിൽ പറയുന്ന ഈ ഫ്രൂട്ട് ഒടിഞ്ഞു വീഴുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ടിന് ഒത്തിരിയേറെ വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇത് ഒടിഞ്ഞു പോയല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞു അതെല്ലാം ഒരു ചാക്കിലാക്കാൻ പറഞ്ഞു. അത് ആവശ്യക്കാർക്ക് മുഴുവനും കവലകളിൽ വിതരണം ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു കാരുണ്യ പ്രവൃത്തിയാണ് അത് എന്നാണ് പറഞ്ഞത്. വളരെ എളിയ പ്രവൃത്തിയാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ മറ്റുള്ളവർക്ക് സഹായിക്കണം. ഇന്ന് മറ്റൊരു സാക്ഷ്യം അതുപോലെ തന്നെ ഒരു അക്രൈസ്തവ സഹോദരി പറഞ്ഞത് ഇപ്രകാരമാണ്. ആ മകൾ പറഞ്ഞത് ഇപ്രകാരമാണ്: 1000 രൂപയായിരിക്കും ചിലപ്പോൾ എനിക്ക് അത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ കയ്യിലുണ്ടായിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ പകുതി എൻ്റെ അടുത്ത് വരുന്ന ആവശ്യക്കാർക്ക് ഞാൻ വിതരണം ചെയ്യും. 100 രൂപയാണ് കിട്ടണതെങ്കിൽ ആകെ എൻ്റെ 100 രൂപയുള്ളൂ. ഒരു അത്യാവശ്യക്കാരൻ വന്നാൽ ഞാൻ അത് എനിക്ക് വേണ്ടി മാറ്റിവെക്കില്ല, ആ വ്യക്തിക്ക് അത് കൊടുക്കും. പക്ഷേ ആ മകൾ ഇന്ന് വന്ന് പറഞ്ഞ സാക്ഷ്യം കൃപാസനത്തിൻ്റെ നാളിതുവരെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തേണ്ട ഒരു സാക്ഷ്യമാണ്. ആ മകൾ സാക്ഷ്യം പറഞ്ഞ പ്രകാരമാണ്: പാൻക്രിയാറ്റൈറ്റിസ് ഉള്ള ഹസ്ബൻഡുമായിട്ട് കൃപാസനത്തിലോട്ട് വന്നു. അപ്പോൾ ഈ മകളുടെ 2 കാലും തളർന്ന് വടിയൊക്കെ കുത്തിപ്പിടിച്ചാണ് ഇവിടെ വരുന്നത്. കൊറോണ ബാധിച്ച ശേഷം ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ് എന്ന് പറഞ്ഞ, അതായത് സ്പൈനൽ കോഡിന് ഇൻഫ്ലമേഷൻ വരുന്നൊരു കണ്ടീഷൻ വന്ന് ഈ മകളുടെ 2 കാലും തളർന്നു പോയി. അപ്പോൾ ഇങ്ങനെ വടി കുത്തിപ്പിടിച്ചാണ് ഇവിടെ കൃപാസനത്തിലൂടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അപ്പോൾ ഈ സമയമാണ് ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഈ മകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചുവന്ന ഷർട്ടും വെള്ള മുണ്ടും എടുത്തൊരു വ്യക്തി ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്ന് നിൽക്കണത് ഇവൾ ശ്രദ്ധിച്ചു.
അപ്പോൾ ഇവൾ ശ്രദ്ധിച്ചു, അത് നോട്ട് ചെയ്തു. ഒരു പ്രത്യേകത, കാരണം നല്ല ഡാർക്ക് റെഡ് ഷർട്ടാണ്, വെള്ള മുണ്ടാണ്. അപ്പോൾ ഈ വ്യക്തിയെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നപ്പോൾ ഈ വ്യക്തി ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് നേരെ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് വയറിന് കംപ്ലൈൻ്റ് ആണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് ആന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഈ വ്യക്തി വന്നതിന് ശേഷം ഹസ്ബൻഡിന് പെട്ടെന്ന് തന്നെ യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നി. ഉടനെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ സഹോദരൻ നേരെ ബാത്റൂമിലോട്ട് റഷ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ റഷ് ചെയ്ത സമയത്ത് കുറേ യൂറിനും പസ്സും ഇതെല്ലാം കൂടി യൂറിനിലൂടെ പുറത്തു പോയി എന്നാണ് ആ മകൻ ഇന്ന് സാക്ഷ്യത്തിൽ പറഞ്ഞത്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ ഇടപെടലാണ്. അതായത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ദൈവമാതാവിൻ്റെ വലിയ സാന്നിധ്യവും സാമീപ്യവും വ്യക്തികളിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈശോയുടെ നേർ സാന്നിധ്യം പ്രകടമാക്കുന്ന വലിയൊരു സാക്ഷ്യം ഇന്ന് ഈ അൾത്താരയിൽ പങ്കുവച്ചു. ആ മകളൊരു അക്രൈസ്തവ സഹോദരിയാണ്. ആ സഹോദരി പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ അടുത്ത് വരുന്ന ആവശ്യക്കാർക്കെല്ലാം ഞാൻ സഹായിക്കാറുണ്ട്. ഇതെല്ലാം എളിമയുടെ വലിയ പ്രവർത്തനങ്ങളാണ്. ഈശോയുടെ നാമത്തെ പ്രതിയാണ് ഇവരതൊക്കെ ചെയ്യുന്നത്. ജപമാല പഠിച്ചു. ഇപ്പോൾ ഒത്തിരിയേറെ കാരുണ്യ പ്രവർത്തികൾ ഈശോയുടെ നാമത്തെ പ്രതി അവർ രണ്ടുപേരും ചെയ്യുന്നുണ്ടെന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത്. അപ്പോൾ ദൈവമാതാവിൻ്റെ ഈ നടപടിയെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ എളിമയെന്ന പുണ്യം അഭ്യസിച്ചുകൊണ്ട് കൃപ കരയേറ്റുവാൻ നമ്മളെ തന്നെ ഒരുക്കാം. മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഈ ദൈവമാതാവും യൗസേപിതാവും പ്രകടിപ്പിച്ച പരസ്നേഹ പ്രവൃത്തിയെക്കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം ദൈവത്തിന് സമർപ്പിതരാണ് എന്നുള്ള തിരുവചനം കൂടി പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്രകാരം ഈശോയെ മനസ്സറിഞ്ഞുകൊണ്ടാണ്, ബലിയാകേണ്ടവനാണ്, ലോകരക്ഷിതാവാണ്, അതായത് ലോകത്തിൻ്റെ എല്ലാ പാപങ്ങൾക്ക് വേണ്ടി ബലിയാകേണ്ടവനാണ് തൻ്റെ കയ്യിലിരിക്കുന്ന ഈ ശിശു എന്ന് മനസ്സറിഞ്ഞുകൊണ്ടാണ് ഈ ദൈവമാതാവ് ദേവാലയത്തിൽ ഉണ്ണീശോയെ കാണിക്കയായി സമർപ്പിക്കുന്നത്. ഇത് ദൈവമാതാവിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ രൂപമാണ്. അതായത് പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം, തങ്ങളുടെ മക്കൾ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടും, അല്ലെങ്കിൽ രക്തസാക്ഷിയായി മരിക്കും എന്നൊക്കെ ഒരു വ്യക്തിക്ക് ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ ഒരു ഫീലിംഗ് എന്തായിരിക്കും. പക്ഷെ ദൈവമാതാവ് ശിമയോൻ ദീർഘദർശി പ്രവചിച്ചതുപോലെ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് ഉള്ള പ്രവചനം അറിഞ്ഞ് ദൈവസ്നേഹത്തെ പ്രതിയാണ്, നമ്മളോടുള്ള പാപികളായ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ദൈവകുമാരനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത്. ഈ ഒരു മനോഭാവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 2 അക്രൈസ്തവ സഹോദരങ്ങളുടെ ഒരു കാരുണ്യ പ്രവർത്തികളിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാട്ടി. അതായത് സ്വയം ശൂന്യമാക്കിക്കൊണ്ട് നമ്മുടേതുള്ളതെല്ലാം അത് മറ്റുള്ളവർക്കും കൂടിയുള്ളതാണെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവമാതാവിൻ്റെ ജീവിത മാതൃക നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ മുമ്പ് ഒരു തിരുവചന ഭാഗം നിങ്ങളോട് പറഞ്ഞല്ലോ, റോമ 12:3, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ പല അവയവങ്ങളാണ്. നിങ്ങൾക്ക് 1 കോടി രൂപയുടെ സാലറിയുള്ള ഒരു ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാലറിയുള്ള ഒരു ആസ്തി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അയലക്കത്ത് ഒരാൾ കഞ്ഞി കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും കൂടി ആ കുടുംബത്തിനും കൂടി അവകാശപ്പെട്ടതാണ് നമ്മുടെ ഈ പൈസ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ വിവിധ അവയവങ്ങളാണ് നമ്മൾ. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ സമ്പത്തായിരിക്കാം, അല്ലെങ്കിൽ വലിയ വലിയ കൃപകളായിരിക്കാം. ഈ കൃപകൾ ചിലപ്പോൾ ശുശ്രൂഷാപരമായിരിക്കാം, പ്രവചനപരമായിരിക്കാം, മറ്റുള്ളവരെ ഉപദേശിച്ച് നേർവഴിയിൽ നടത്തുന്ന കൃപയായിരിക്കാം. എന്തു തന്നെ ആയാലും ഈ കിട്ടിയിരിക്കുന്ന കൃപയെല്ലാം സഭയെയും വ്യക്തികളെയും വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്വന്തമായിട്ട് ഉപയോഗിച്ച് തീർക്കാനുള്ളതല്ല ഇത്. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് തീർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മളെ മുഖത്ത് നോക്കി നമ്മളെ വിളിക്കുന്നൊരു പേരാണ് വിഡ്ഢി. ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചാൽ നീ ഒരുക്കി വെച്ചിരിക്കുന്നതെല്ലാം ആരുടേതാകും. അപ്പോൾ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നരാകാതെ നമ്മുടെ സ്വന്തം വയറ്റുപിഴപ്പിന് വേണ്ടിയും നമ്മുടെ സ്വന്തം മക്കൾക്ക് വേണ്ടിയും നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയും മുന്നിട്ടിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഉടമ്പടിയിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയങ്ങളും അതുപോലെ ലാഗ് ചെയ്യും. പക്ഷെ നിങ്ങൾക്കുള്ളതെല്ലാം പകുത്തു കൊടുത്തുകൊണ്ട് നിങ്ങൾക്കുള്ള കൃപകളെല്ലാം സഭയുടെ വളർച്ചയ്ക്കും
വ്യക്തികളുടെ വളർച്ചയ്ക്കും ഈശോയുടെ നാമത്തെ പ്രതി മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഒരു വ്യക്തി ഇവിടെ സാക്ഷ്യത്തിൽ പറഞ്ഞതാണ്, ഞാൻ ജോസഫ് അച്ഛൻ്റെ ഈ ഉടമ്പടി ആരാധന ക്ലാസ്സുകളിലൂടെയാണ് എനിക്ക് മനസ്സിലായത് കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലാതെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല. പണ്ട് ഇവിടെ കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തോടനുബന്ധിച്ച് നമുക്ക് മരിയൻ തപസ് എന്നുള്ളൊരു ധ്യാനം ഉണ്ടായിരുന്നു. അതിനകത്ത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ പ്രബോധന ക്ലാസ്സുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു പ്രബോധനം അതായിരുന്നു. അതായത് നിങ്ങൾ ആദ്യം കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ചേർത്ത് നൽകപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോധ്യമില്ലാത്തതിൻ്റെ കൊണ്ട് ഒത്തിരിയേറെ മക്കളാണ് വിസ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങളെ തന്നെ ഈ കൃപ വന്നു നിറയാൻ ഒരുക്കുമ്പോഴാണ് ഈ കൃപയും അനുഗ്രഹവും നിലനിൽക്കുന്ന അനുഗ്രഹവും നമുക്ക് കിട്ടുന്നത്. അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കാൻ, ബാക്കിയുള്ളതെല്ലാം ചേർത്ത് നൽകപ്പെടും. അപ്പം നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ അനുഗ്രഹങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലൈഫിനൊന്ന് റീസെറ്റ് ചെയ്യാം. ആദ്യം ഈശോയുടെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കാം. പിന്നീട് ഈ അനുഗ്രഹങ്ങൾ ചോദിക്കാം. അതും ദൈവനാമ മഹത്വത്തിനായി അന്ത്യം വരെ നിൻ്റെ നാമത്തെ പ്രതി സാക്ഷിയായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അനുഗ്രഹം ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ താമസിക്കുകയില്ല. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വണക്കമായ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അളവില്ലാത്ത സകല നന്മസ്വരൂപിയായിരിക്കുന്ന സർവീശ്വര കർത്താവെ, എളിയൊരു നന്ദിയേറ്റ പാപികളുമായി ഞങ്ങൾ നിസീബപ്രദവനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേനതമായ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളുടെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷകൊള്ളണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇതിലെ പോലെ എപ്പോഴും എപ്പോഴും നന്നയിക്കും. ആമേൻ. പ്രകാശത്തിൻ്റെ ദൈവരഹസ്യങ്ങൾ. 1-ാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചു എന്ന് ധ്യാനിക്കുക.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷകൊള്ളണമേ. ആമേൻ. ഷെൽമീൽ ഓസ്മാൻ, അഹമ്മദാബാദ്. മകൻ സ്റ്റെഫിൻ നല്ല കുട്ടിയായി വളരുന്നതിനും റിയാമോൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നതിനും. സാലി, ഓസ്ട്രേലിയ. പങ്കാളിയുടെ സ്വഭാവ രൂപീകരണം. മകൻ ജിയോ, മകൾ ലയൻ എന്നിവരുടെ വിവാഹം. ഡോളി, ഓസ്ട്രേലിയ. ക്രിസ്റ്റിയ, മകളുടെ വിവാഹം, രോഗസൗഖ്യം. മകൾ ഷേർലിയുടെ വിവാഹം. ക്രിസ്റ്റീന പോൾസ്, TCR. യൂറോപ്പിൽ നല്ലൊരു ജോലി ലഭിക്കുന്നതിന്, ദൈവസ്നേഹത്തിൽ വളരുന്നതിനും അമ്മയെ നേരിൽ കാണുന്നതിനും. ജെർലിൻ ജോസ്, വിസ ലഭിക്കുന്നതിനും ഭർത്താവിൻ്റെ ജോലി ശരിയാകുന്നതിനും ഭർത്താവിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നതിനും. ജോസ് തോമസ്, ബാംഗ്ലൂർ. സ്ഥലം വിറ്റ് കിട്ടുന്നതിനും വഴി തുറന്നു കിട്ടുന്നതിനും മകൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും. ആശ ജിൻഡോ, ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ലഭിക്കുന്നതിനും കടബാധ്യത മാറുന്നതിനും സുബിനും നിമിഷയ്ക്കും കുഞ്ഞിനെ ലഭിക്കുന്നതിനും. ജെസ്സി ഇ പുളിക്കൽ, എൻ്റെ മകൾക്ക് MBBS ബിരുദാനന്ദ ചടങ്ങ് ഭംഗിയായി നടക്കുന്നതിനും എൻ്റെ മകന് BBA 4th and 6th സെമസ്റ്റർ പരീക്ഷയിൽ വിജയം ലഭിക്കുന്നതിനും എനിക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിനും. ജോമോൻ, പട്ടത്തിൽ. കുടുംബസമാധാനത്തിൽ ജീവിക്കുന്നതിനും മക്കളുടെ പഠനം ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും. വിൻസെൻ്റ് മാത്യു, നോർത്ത് പറവൂർ. കുടുംബസമാധാനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടിയും. കാർമൽ ലീഗിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടിയും. അലീഷ, ഓസ്ട്രേലിയ. നല്ലതുപോലെ പഠിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിനും. ബെറ്റി സന്തോഷ്, മകന് പഠിക്കുവാനുള്ള വഴി തുറന്നു കിട്ടുന്നതിനും അവൻ്റെ ദേഷ്യവും മടിയും മാറിക്കിട്ടുന്നതിനും മകൾക്ക് ജോലി ലഭിക്കുന്നതിനും. ബോബൻ ബിജോയി, കുരിശുമൂട്. കാനഡയിൽ മകന് PR ലഭിക്കുന്നതിനും സ്ഥിരമായി ഒരു ജോലി ലഭിക്കുന്നതിനും ദൈവഭക്തിയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്നതിനും. ലിറ്റി സെബാസ്റ്റ്യൻ, മസ്കറ്റ്. മൊബൈൽ അഡിക്ഷനിൽ നിന്നും മാറുന്നതിനും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും നാട്ടിലൊരു ഭവനം ലഭിക്കുന്നതിനും നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുന്നതിനും. എലിസബത്ത് ജോൺ വർഗീസ്, പട്ടത്തിൽ. മകളുടെ അലർജി രോഗം മാറുന്നതിനും വിവാഹം എത്രയും വേഗം നടക്കുന്നതിനും ജീവിത പങ്കാളിക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കുന്നതിനും ഉടമ്പടിയിൽ ലഭിച്ച കുഞ്ഞ് അമ്മയുടെ സംരക്ഷണത്തിൽ ജീവിക്കുന്നതിനും. മേരിക്കുട്ടി, ശാലി. സാമ്പത്തിക ഉയർച്ചയ്ക്ക്, മകന് നല്ല ജോലി ലഭിക്കുന്നതിന് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും. സിവി ഹൈജീൻ, മൂശാരിക്കുന്നേൽ, ലണ്ടൻ. അഭിഷേകിൻ്റെ മെയ് മാസം നടക്കുന്ന 10ാം ക്ലാസ് പരീക്ഷയിൽ 90% മാർക്കോടെ പാസ്സാകുന്നതിനും ആകാശിൻ്റെ ഓട്ടിസം പൂർണ്ണമായും മാറിക്കിട്ടുന്നതിനും നല്ല ഒരു ഭാവി ജീവിതം ഉണ്ടാകുന്നതിനും സിമി ഹൈജീൻ്റെ ഹൃദയ സംബന്ധമായ അസുഖം പൂർണ്ണമായും മാറിക്കിട്ടുന്നതിനും മെയ് 30 നടക്കുന്ന എക്കോ കാർഡിയോഗ്രാം അബ്നോർമൽ ആകുന്നതിനും. സുഹ, തുഷാര, കൊല്ലം. എൻ്റെ മകൾ അശ്വതിയും രഘുവിനും ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിനും രഘുവിൻ്റെ മൂക്കിൽ ദശ വളരുന്നത് ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുന്നതിനും അശ്വതിയുടെ തലവേദന, മുടികൊഴിച്ചിൽ, അലർജി എന്നിവ മാറിക്കിട്ടുന്നതിനും. സുഷമ്മ, തുഷാര, കൊല്ലം. ദിവ്യ എന്ന മകളുടെ ഉദരത്തിലുള്ള കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും എൻ്റെ വിഗാനിയ എന്ന രോഗം സുഖപ്പെടുന്നതിനും ഭർത്താവ് രവീന്ദ്രൻ്റെ നടുവേദന മാറിക്കിട്ടുന്നതിനും. ഷൈല ജോർജ്, കോഴിക്കോട്. എൻ്റെ മകൻ പഠിക്കുന്ന സ്ഥലത്ത് അവന് ബുദ്ധിമുട്ടില്ലാതെ നന്നായി പഠിക്കുന്നതിനും എൻ്റെ മകൾക്ക് ജോലി ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കുന്നതിന് വേണ്ടിയും. സ്റ്റിജോ തോമസ്, കല്ലേറ്റുങ്കര. UK മകന് അവൻ പഠിച്ച ജോലി തന്നെ ആ കമ്പനിയിൽ ലഭിക്കുന്നതിനും ടിജോയ്ക്ക് വിദേശത്ത് പോകുന്നതിനും തോമസിന് നല്ല ആരോഗ്യത്തോടെ ജോലി ചെയ്യുന്നതിനും. ടിജോ തോമസ്, പീണിക്കപ്പറമ്പിൽ. ടിജോയ്ക്ക് വിദേശത്ത് പോകുന്നതിനും സ്റ്റിജോന് UK ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിനും ഞങ്ങളുടെ 2 മക്കളും ദൈവാനുഗ്രഹത്താൽ ജീവിക്കുന്നതിനും. ബോബിൻ ജോസഫ്, മലേക്കുന്നേൽ. മെറിന് സുഖപ്രസവം നടക്കുന്നതിനും കുടുംബത്തിൽ മാറി മാറി വരുന്ന അസുഖങ്ങൾ മാറുന്നതിനും വരുമാന മാർഗത്തിലുള്ള തടസ്സം മാറുന്നതിനും. എമിലി കെ ജോസ്, ചങ്ങനാശ്ശേരി. എമിലിക്ക്
ഇപ്പോൾ ഉള്ള ജോലി സ്ഥിരമായി ലഭിക്കുന്നതിനും ലിജുവിന് 20 ലക്ഷം സാലറിയിൽ ലീഗ് പ്രശ്നമുണ്ട്, അത് പരിഹരിക്കുന്നതിനും രാമങ്കരിയിലെ പപ്പയ്ക്കും മമ്മിക്കും അസുഖമൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും മിഷേൽ എൽസ രാജു കലവൂർ എൻ്റെ രോഗസൗഖ്യത്തിനായും എൻ്റെ വീട് വാടകക്കാരിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടുന്നതിനും ഒരു തിരി വെളിച്ചം തെളിക്കാനായി താമസം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവസം നമ്മുടെ കർത്താവ് മിശിഹ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി തൻ്റെ അത്ഭുത പ്രവൃത്തികളുടെ ആരംഭം കുറിക്കുകയും അവിടെ കൂടിയിരിക്കുന്നവരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തതിനെപ്പറ്റി ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സൂസൻ ചാണ്ടി, അനിൽ പറമ്പ്, തലവടി, എടത്വ ഞങ്ങളുടെ കുടുംബത്തെ സ്ഥിരം പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കുന്നതിനും ഞങ്ങളുടെ പെട്ടിവെണ്ടിക്ക് നല്ല ഓട്ടം കിട്ടുന്നതിനും മകളുടെ UK സെപ്റ്റംബർ 13 മുമ്പ് പോകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ജു ജെയിംസ്, അജോ ജെയിംസ്, മകൾ അഞ്ജു OSCE എക്സാം ഫസ്റ്റ് ചാൻസിൽ പാസ്സാകുന്നതിനും മകൻ അജോ പഠിച്ച ജോലിയിൽ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോകുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിന്ധു, കൊല്ലം, മെയ് 31 ജാക്സൺ അമേരിക്കയിൽ വിസ ഇൻ്റർവ്യൂ പാസ്സാകുന്നതിനും ജാക്സണ് കമ്പനി NOC നൽകുന്നതിനു വേണ്ടിയും മക്കൾ അനുസരണയിലും ദൈവസ്നേഹത്തിലും വളരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്പിളി, കൊല്ലം, അരുൺ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നതിനും ശാരീരികവും മാനസികവുമായി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും റാന്നിയിലെ മമ്മിയുടെ പേരിലുള്ള സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജോലിയിൽ ഉയർച്ചയും സ്ഥിരതയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അമ്പിളി, കൊല്ലം,
ഷിർദിയിൽ ദർശനഭാഗ്യം കുടുംബസമേതം ലഭിക്കുന്നതിനും കുടുംബത്തിലെല്ലാവരും ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിൻസ് സി കൈനകരി, എനിക്ക് ഉടനെ ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിനും PSC റാങ്ക് ലിസ്റ്റിൽ വരുന്നതിനും ഉടമ്പടി കാലാവധി തീരും മുമ്പ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നതിനും എൻ്റെ കുടുംബത്തിന് മാരക രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാഖിമോൾ പി രാജു, കോട്ടയം, എൻ്റെ വിവാഹ തടസ്സം മാറിക്കിട്ടുന്നതിനും മാതാപിതാക്കളുടെ രോഗസൗഖ്യത്തിനും നല്ല ജോലി നൽകി അനുഗ്രഹിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രുമണ സെബാസ്റ്റ്യൻ, പുന്നയ്ക്കൽ, ചേന്നവേലി, PSC പരീക്ഷ പാസ്സാകുന്നതിനും ജോലി ലഭിക്കുന്നതിനും കല്യാണം നടക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സായി ജോസഫ്, പള്ളിച്ചിറ, രാമങ്കരി, സ്ഥിരമായ ജോലി, വിവാഹ തടസ്സം മാറുന്നതിനും കൊച്ചുറാണിയുടെ വീടും സ്ഥലവും വിറ്റ് വേറെ സ്ഥലം വാങ്ങിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രേഷ്മ അഗസ്റ്റിൻ, വാഴയിൽ, രാമപുരം, IELTS പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലില്ലി ജോണി, കോടവന, തൈക്കാട്ടുശ്ശേരി, മകൻ തോമസിൻ്റെ വിവാഹം 2024 തന്നെ നടക്കുന്നതിനും മകൾ കൊച്ചു ത്രേസ്യയ്ക്ക് മക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ കുടുംബം നിത്യജീവൻ്റെ പാതയിൽ നടക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാലി തോമസ്, റിച്ചാസിൻ്റെയും ആഷ്നയുടെയും അമിതമായ മൊബൈൽ ഉപയോഗം മാറ്റിക്കിട്ടുന്നതിനും സാബു പാപ്പൻ്റെ കുടുംബത്തോട് റിച്ചാർഡിനും ആഷ്നയ്ക്കും ക്ഷമിക്കുവാൻ കൃപ കിട്ടുന്നതിനും മിച്ചുവിൻ്റെയും ആഷ്നയുടെയും വിവാഹം നടക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിശ്വാസി, മോന് പൂർണ്ണ രോഗസൗഖ്യം ലഭിക്കുന്നതിനും മരുന്ന് നിർത്തുന്നതിനും നല്ലൊരു ജോലി ലഭിക്കുന്നതിനും 6 മാസത്തിനുള്ളിൽ കടബാധ്യത മാറിക്കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫീന സൈലോ, ഫാമിലി, ചാലക്കുടി, ഗർഭകാല സംരക്ഷണം ലഭിക്കുന്നതിനും സുഖപ്രസവം നടക്കുന്നതിനും അമ്മയുടെയും കുഞ്ഞിൻ്റെയും പൂർണ്ണ ആരോഗ്യം കിട്ടുന്നതിനും ജോലി തടസ്സം കൂടാതെ ചെയ്യുന്നതിനും സാമ്പത്തിക ഭദ്രത ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോബിൻ PA, പന്നിക്കാരൻ, തൃശ്ശൂർ, വിവാഹ തടസ്സം മാറുന്നതിനും നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ലഭിക്കുന്നതിനും UGC നെറ്റ് സെറ്റ് പരീക്ഷകൾ വിജയിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപർണ BS, മണിമംഗലത്ത്, ആനയടി, അപർണയ്ക്ക് എൻട്രൻസ് എക്സാമിന് നല്ല മാർക്ക് കിട്ടി പാസ്സാകുന്നതിനും MBBSന് അഡ്മിഷൻ കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിന്ദു എന്ന എനിക്ക് സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന അസുഖം പൂർണ്ണമായി മാറ്റിക്കിട്ടുന്നതിനും എൻ്റെ കടബാധ്യത മാറ്റിക്കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിസിലി ജോൺ, വേങ്ങയിൽ, പുത്തൻവീട്, പ്രൊമോഷൻ കിട്ടുന്നതിന് വേണ്ടിയും കുഞ്ഞിൻ്റെ എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടുന്നതിനും ഭർത്താവിൻ്റെ മദ്യപാനം, ചീത്തവിളി, മുൻകോപമെല്ലാം മാറിക്കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വസന്തകുമാരി, പ്ലാമൂട്ടിൽ വീട്, ഹരിപ്പാട്, എൻ്റെ മക്കൾ മിഥിൻ, മുരളി, ജിതിൻ കുമാർ എല്ലാവർക്കും വിദേശത്ത് ജോലിക്ക് പോകുന്നതിനുള്ള തടസ്സം മാറുന്നതിനും വിസ തടസ്സം മാറിക്കിട്ടുന്നതിനും എൻ്റെ കടബാധ്യത മാറിക്കിട്ടുന്നതിനും എൻ്റെ മക്കൾക്ക് നല്ല വിവാഹാലോചന വരുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചാൾസ്, ഫോർട്ട് കൊച്ചി, കുടുംബത്തിൻ്റെ ആത്മീയവും മാനസികവും ഭൗതികമായ ഉയർച്ചയ്ക്കും പരിശീലനത്തിലെ എല്ലാ തടസ്സങ്ങളും മാറുന്നതിനും അനിയൻ്റെ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നമ്മ ജോസ്, കടമുറിയുടെ നമ്പർ ഇടുന്നതിനും എൻ്റെ അനിയത്തിയുടെ രോഗം മാറുന്നതിനും എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൈസാമ കുഞ്ഞുമോൻ, എൻ്റെ അസുഖം പൂർണ്ണമായി മാറുന്നതിനും എനിക്ക് നടുവേദന സൗഖ്യമാക്കി കിട്ടുന്നതിനും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്നും ശാരീരിക സുഖം കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അജിത്ത് MA, മുട്ടത്തിപ്പറമ്പ്, ഇടക്കൊച്ചി, കടബാധ്യത മാറുന്നതിന് വേണ്ടിയും കണ്ണിൻ്റെ സർജറി കൂടാതെ സുഖപ്പെടുന്നതിനും വേണ്ടിയും അനിയത്തിയുടെ സിസ്റ്റ് മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിറ്റ ഫ്രാൻസിസ്, മകന് സ്ഥിരമായ ജോലി ലഭിക്കുന്നതിനും സ്വന്തമായ ഒരു വരുമാനം ഉണ്ടാകുന്നതിനും കുടുംബസമാധാനവും വഴിപ്രശ്നവും അതിർത്തി പ്രശ്നവും തീരുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രേഷ്മ മോഹൻ, കൈപ്പൂർ, മാതാവേ, ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ലഭിക്കുന്നതിനും എൻ്റെ ജീവിതം നേരെയാക്കുന്നതിനും ഒരനർത്ഥവും ഉണ്ടാകാതിരിക്കുന്നതിനും അമ്മുവിൻ്റെ എക്സാം നന്നായി എഴുതി പാസ്സാകുവാനും ഇടയാക്കണമേ. അമ്മേ, എനിക്ക് എൻ്റെ വീട് പണി പുതുക്കി കിട്ടുവാനും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണമേ. ഹെലൻ ജോസ്, ചാരങ്കാട്ട്, ഓപ്പറേഷൻ സുഖമായി നടത്തുന്നതിന് നന്ദി പറയുന്നു. 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടുന്നതിനും കുടുംബസമാധാനം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം.
നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ തൻ്റെ പരിസ്ഥ ജീവിതകാലത്ത് പാപങ്ങൾ ക്ഷമിക്കുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തതിനെ പറ്റി ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സിബിൻ സ്റ്റാൻലി, എറണാകുളം. വിവാഹ തടസ്സം മാറുന്നതിനും സ്ഥലം വിറ്റ് കിട്ടുന്നതിനും വീട് വയ്ക്കുന്നതിനും അമ്മയുടെ സംരക്ഷണം ഉണ്ടാവുന്നതിന് വേണ്ടിയും. ആവറോൺ ജെ, എറണാകുളം. CBSE റിസൾട്ട് നല്ല രീതിയിൽ പാസ്സാകുന്നതിനും. സൈമൺ എബ്രഹാം, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിനും ബിസിനസ്സുകൾ നല്ല രീതിയിൽ പോകുന്നതിനും മക്കളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കുന്നതിനും. തോമസ്, തലയോലപ്പറമ്പ്, ബിസിനസ് നടക്കുന്നതിനുള്ള തടസ്സം മാറുന്നതിനും. തനിയ, പാലാരിവട്ടം, കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാവുന്നതിനും നല്ല ജോലിയും കൂടുതൽ സാലറിയും കിട്ടുന്നതിന് വേണ്ടിയും ഒന്നിച്ചു പോകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വീട് പണിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അതുൽ നന്ദനൻ, കാഞ്ഞങ്ങാട്, ഓസ്ട്രേലിയക്ക് വിസ ലഭിക്കുന്നതിനുള്ള തടസ്സം മാറുന്നതിനും മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് മാറി കിട്ടുന്നതിനും ഫുൾ A+ കിട്ടിയതിൽ കൃതജ്ഞത പറയുകയും ചെയ്യുന്നു. മഹേഷ് MS, കൊല്ലം. എൻ്റെ ഫ്രണ്ട് സബീന മുഹമ്മദിന് ഒരു ഗവൺമെൻറ് ജോലി കിട്ടുന്നതിനും
മുഹമ്മദിന് ഈ മാസം 25 മുമ്പ് UAE പോകുന്നതിനും എൻ്റെ അമ്മയുടെ ത്വക്ക് സംബന്ധമായ അസുഖം മാറിക്കിട്ടുന്നതിന് വേണ്ടിയും ഫ്രണ്ട് ലക്ഷ്മിയുടെ കടം തീർന്നു കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ലീല പീച്ചി, ലിപ്സി ജൂൺ 19 IAS എക്സാം പാസ്സായി. അടുത്ത വർഷം ബാക്കി എല്ലാ എക്സാമും പാസ്സായി IAS ആയി സാക്ഷ്യം പറയാനുള്ള കൃപ ലഭിക്കുന്നതിനും അന്ന +2 കഴിഞ്ഞ് ഏത് വിഷയം തിരഞ്ഞെടുക്കുന്നതെന്ന് തീരുമാനിക്കുന്നതിനും എൻ്റെ കഴുത്തിലെ മുഴ മാറുന്നതിനും ഭർത്താവിൻ്റെ വയറുവേദന മാറുന്നതിന് വേണ്ടിയും മോളി ജോസഫ് പായ്പാട്ട് പാല, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സഭയിൽ മുഴുവൻ അംഗീകരിക്കുന്നതിന് വേണ്ടിയും സഭയിൽ നിന്ന് പിരിഞ്ഞു പോയവർ തിരികെ വരുന്നതിന് വേണ്ടിയും ഉടമ്പടി എടുക്കുന്ന എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയും കുഞ്ഞുമോൾ ചമ്പക്കുളം, എൻ്റെ മകൻ്റെ കടബാധ്യത മാറുന്നതിനും അവൻ്റെ ജോലി കിട്ടുന്നതിനുള്ള തടസ്സം മാറുന്നതിനും മകൻ്റെ ഇന്നുള്ള തകർച്ചയിൽ നിന്ന് മോചനം കിട്ടുന്നതിനും ഫിലോമിന ജോൺ USA, മകളുടെ വിവാഹം നടക്കുന്നതിനും ജോലിയിൽ പുരോഗതി ലഭിക്കുന്നതിനും ജീവിത പങ്കാളിക്ക് കൃപാസന അമ്മയിൽ വിശ്വാസം വർദ്ധിക്കുന്നതിനും എൻ്റെ സ്നേഹിതയുടെ മക്കൾ തമ്മിലുള്ള വെറുപ്പും വിദ്വേഷവും മാറുന്നതിനും ബേബി ജോർജ് USA, ജോബിൻ്റെ വിവാഹം നടക്കുന്നതിനും ജീവിത പങ്കാളിയുടെ മനസ്സിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും മാറുന്നതിനും പരിശുദ്ധ അമ്മയുടെ കൃപ ലഭിക്കുന്നതിനും ഐസ, വൈഗ, എസ എന്നീ മക്കൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന് വേണ്ടിയും സാമ്പത്തിക കടബാധ്യത മാറുന്നതിനും കുടുംബത്തെ എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും കാത്തുരക്ഷിക്കണമെന്നും അഞ്ജു റോബിൻ മുണ്ടക്കയം, സ്ഥലം എത്രയും പെട്ടെന്ന് വിറ്റ് കിട്ടുന്നതിനും റിയ മോൾ, റിങ്കിൾ മോൾ, റയാൻ എന്നീ മക്കൾ പഠിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടിയും കരിനീലം വീട് വിൽക്കുവാൻ വേണ്ട അനുഗ്രഹം ലഭിക്കുന്നതിനും എൽദോ, UK-യിൽ താമസിക്കുന്ന മക്കൾ എൽദോയുടെ കടുത്ത ഡിപ്രഷൻ, ടെൻഷൻ എന്നിവ മാറിക്കിട്ടുന്നതിനും ഉറക്കം കിട്ടുന്നതിന് വേണ്ടിയും ഒരു നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും രോഗാവസ്ഥ മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ചിഞ്ചു സി ജോയി, സന്താന സൗഭാഗ്യം ലഭിക്കുന്നതിനും സന്തോഷം നിറഞ്ഞ ജീവിതം ഉണ്ടാകുന്നതിനും എസ, സിനു, സാൽമി എന്നിവർ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും നേഹ തമ്പി ഒരു നല്ല ജോലി ലഭിക്കുന്നതിനും അപ്പയുടെ മദ്യപാനം മാറുന്നതിനും ലോൺ അടച്ച് നന്നായി കടമൊക്കെ തീരുന്നതിന് വേണ്ടിയും ജോൺ തമ്പി +1 +2 പരീക്ഷ ജയിക്കുവാനും പഠിക്കുവാനുള്ള കഴിവ് കൊടുക്കുന്നതിനും ദേഷ്യമകറ്റി നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നതിനും അമ്മയുടെയും അപ്പയുടെയും ആയുരാരോഗ്യത്തിന് വേണ്ടിയും കുടുംബസമാധാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അലക്സ് UK പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും MBBS പഠിക്കുവാനും പാസ്സാവുന്നതിനുമുള്ള അനുഗ്രഹം ഉണ്ടാവുന്നതിനും ഏതൻ UK പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനും പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും കൊടുക്കുന്നതിനും യേശുവിനെ അറിഞ്ഞ് ജീവിക്കുന്നതിനും സുധാഭദ്രൻ മുതുകുളം, മകൾ അമലയ്ക്ക് റെയിൽവേയിൽ ജോലി ലഭിക്കുന്നതിനും അമലയ്ക്ക് ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും മകൻ അക്കുദേവിന് കുടുംബസമാധാനം ഉണ്ടാവുന്നതിനും ജോഫിൻ ജോൺ കുണ്ടറ ദൈവകൃപയിൽ വളരുന്നതിനും ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ മാറുന്നതിനും വിവാഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വസ്തു വിറ്റ് കിട്ടുന്നതിനും സഹോദരങ്ങളുടെ കടബാധ്യതകൾ തീർക്കുവാനും അമ്മയോട് പ്രാർത്ഥിക്കുന്നു. മോളി ബേബി ഉപ്പൂട്ടിൽ, എൻ്റെ മകളുടെ വിവാഹം ജൂൺ മാസം 30 നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. അത് ഈശോയുടെ അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവുന്നതിന് വേണ്ടിയും ബിനു ബേബിയുടെ ലിഫ്റ്റ് എഞ്ചിനീയറിംഗ് 2ാം പരീക്ഷയിൽ വിജയം ലഭിക്കുന്നതിനും മകൾ ബിനി ബേബിക്ക് OET ലഭിക്കുന്നതിനും അവൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിനും മഞ്ജു കണ്ണൻ ഉത്തമ സന്താനങ്ങളെ ലഭിക്കുന്നതിനും ഭർത്താവിന് നല്ല ശമ്പളത്തോടെയുള്ള ജോലി ലഭിക്കുന്നതിനും കുവൈറ്റ് ജയിലിൽ കഴിയുന്ന ആദർശിന് ജാമ്യം കിട്ടണമേ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. ബിന്ദു ഫിലിപ്പ് UK-യിൽ ജോലി ലഭിക്കുന്നതിനും ഹസ്ബൻഡിൽ നിന്ന് വിവാഹമോചനം, വീട് പുതുക്കി പണിയുന്നതിനും ലിഷ മോൾ KJ കാട്ടൂർ, മാതാപിതാക്കളുടെയും
മക്കളുടെയും പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടിയും സ്ഥിരമായി ഒരു സർക്കാർ ജോലി ലഭിക്കുന്നതിനും കടബാധ്യതകൾ മാറുന്നതിനും അമ്പിളി ജീവൻ കുന്നും കൈ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുന്നതിനും ആങ്ങളയുടെ കടബാധ്യത മാറുന്നതിനും മക്കളുടെ പഠനം നല്ല രീതിയിൽ നടക്കുന്നതിനും ജോസഫ് ആൻഡ് ലിറ്റിൽ ഫ്ലവർ 1000 തൈ മകൾ അനീറ്റയ്ക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ലഭിക്കുന്നതിനും മകൻ അക്ഷയ്ക്ക് IELTS പാസ്സാവുന്നതിനും കടബാധ്യത മാറുന്നതിനും സൂസൻ അബ്രഹാം എടപ്പള്ളി മകൾക്ക് പൂർണ്ണ സുഖം പ്രാപിക്കുന്നതിനും പോയ ജോലി തിരികെ ലഭിക്കുന്നതിനും കുടുംബസമാധാനത്തിനും ദൈവവിശ്വാസത്തിനു വേണ്ടിയും ജാക്സൺ അർച്ചന കാട്ടൂർ ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിൽ എന്നും നല്ലത് മാത്രം ഉണ്ടാകണമെന്നും ജീവിത വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്നതിനും തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അർച്ചനയ്ക്ക് ടീച്ചിങ് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവസം നമ്മുടെ കർത്താവ് മിശിഹ താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവിക മഹത്വം ശിഷ്യന്മാർ ദർശിക്കുകയും ചെയ്തതെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഒന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മേരി വിമല, വെളിയത്ത് പുത്തൻ വീട്ടിൽ, തേവര, കോന്തുരുത്തി. എൻ്റെ കുടുംബത്തിൽ മാതാവിൻ്റെ സംരക്ഷണം, ഭർത്താവിൻ്റെ അസുഖം മാറുന്നതിനും മകളുടെ 3 വർഷത്തെ പരീക്ഷയ്ക്ക് നല്ല മാർക്കോടെ പാസ്സാകുന്നതിനും തോമസ് വർഗീസ് തോപ്പിൽ പെരുമല,
മദ്യപാനവും പുകവലിയും പൂർണ്ണമായും മാറുന്നതിനും പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനും ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നതിനും കുടുംബത്തിൽ സമാധാനം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയി ചെറിയാൻ, ചെല്യംപുറത്ത്, കിഴക്കുമുറി. വിറ്റലിൻ്റെ അയർലൻഡ് വിസ ജൂൺ 15 മുമ്പ് ലഭിക്കുന്നതിനും ജപ്തിക്ക് 2 വർഷത്തിനകം സ്റ്റേ ലഭിക്കുന്നതിനും വേണ്ടിയും എൽദോയ്ക്കും നീനുവിനും ജൂൺ 30 മുൻപ് വർക്ക് വിസ ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തോമസ് MD, കണ്ണമ്പുഴ, തൃശ്ശൂർ. ഹെമിൽട്ട, ട്രീസ, എമിൽന എന്നിവർക്ക് മെയ് 15 അയർലൻഡിൽ പോകുന്നതിന് നിയോഗം ലഭിക്കുന്നതിനും ഹെറാൾഡിന് ഈ വർഷം MDക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനും ഹെറാൾഡിൻ്റെ കാലിലെ ലിഗ്മെൻ്റ് പൊട്ടിയത് ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹ തോമസ്, തിരുവല്ല. എനിക്ക് ഈ മാസം ദുബായിൽ നല്ല ജോലി ലഭിക്കുന്നതിനും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരൻ ജിനു തോമസിൻ്റെ വിവാഹം ഈ വർഷം തന്നെ നടത്തിക്കിട്ടുന്നതിനും ഞങ്ങളുടെ കടബാധ്യതകളെല്ലാം മാറാൻ സഹായിക്കുന്നതിനും എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജേഷ്, മലപ്പുറം. 15 ലക്ഷത്തിൻ്റെ കടബാധ്യത എത്രയും പെട്ടെന്ന് വീട്ടുന്നതിനും 3 വർഷമായി ജോലിയില്ലാത്ത അവസ്ഥ മാറുന്നതിനും സ്ഥിര ജോലി ലഭിക്കുന്നതിനു വേണ്ടിയും എൻ്റെ വീട് ഈ മാസത്തിനുള്ളിൽ വിട്ടുകിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ജു തോമസ്, ഡൽഹി. അഖിലിൻ്റെ വിസ തടസ്സം മാറുന്നതിനും അനുവിൻ്റെ ശാരീരിക രോഗപീഠകൾ സുഖപ്പെടുന്നതിനും കുടുംബം പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും ആൽബിൻ്റെ ബ്രെയിൻ സംബന്ധമായ അസുഖം മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷെർബിൻ ബേബി ജേക്കബ്, മകന് 10 വർഷമായി കുഞ്ഞുങ്ങളില്ല. ഒരു കുഞ്ഞിനെ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. വസ്തുക്കളും ബിസിനസ് സ്ഥാപനവും വിൽക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മിനി, കോർത്തശ്ശേരി. വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ പഠനത്തിൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണമെന്നും പ്രാർത്ഥിക്കുന്നു. കടബാധ്യത തീർത്ത് കിട്ടുന്നതിനും പ്രാർത്ഥിക്കുന്നു. ബെന്നി മാത്യു, നെല്ലിപ്പാറ. ദൈവകൽപ്പന പ്രകാരം കുടുംബം മുഴുവൻ ജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ മാറുന്നതിനും മോൾക്ക് ജർമ്മനിയിൽ നല്ല പഠനം ലഭിക്കുന്നതിനും എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിജി വിൽസൺ, വടുതല. ജൂൺ 10 യൂട്രസിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നതിനും ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിനും മകളുടെ ഡിഗ്രി അഡ്മിഷൻ തീരുമാനമാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലാലിച്ചൻ, ജീന ലാലിച്ചൻ, ജോസ്ന. നല്ല ആരോഗ്യവും സമ്പത്തും ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൾ PG എക്സാം പാസ്സാകുന്നതിനു വേണ്ടിയും മകൻ്റെ ആരോഗ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നികിത, 16/5/2024 എക്സാം കോളേജിൽ ജയിച്ച് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനും 18/5/24 പരീക്ഷയിൽ വിജയിച്ചും നല്ല കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠനത്തിൻ്റെ മന്ദത മാറ്റി നടുവേദനയും പേടിയും മാറി നല്ല കുട്ടിയായി വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെറീന ജോയി, ചെല്യംപുരത്ത്, കിഴക്കുമുറി. ജപ്തി നോട്ടീസ് ഒരു സ്ഥലത്തും ഒട്ടിക്കാതിരിക്കാൻ കരുണയാകുന്നതിന് വേണ്ടിയും എൽദയുടെയും നിമ്മിയുടെയും ജോസുകുട്ടൻ്റെയും എല്ലാവിധത്തിലുള്ള അസുഖത്തിൽ നിന്നും മുക്തി കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിലാഷ്, ട്രിവാൻഡ്രം. പുറത്തോട്ട് പോകാനുള്ള തടസ്സങ്ങൾ മാറ്റി യാത്ര സുഗമമാക്കുന്നതിനും ദേഹമാസകലമുള്ള ചൊറിച്ചിൽ മാറ്റി കിട്ടുന്നതിനും ദാരിദ്ര്യം മാറ്റി സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനീഷ, ട്രിവാൻഡ്രം. ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിനും വരുന്ന എക്സാമിൽ വിജയിക്കുന്നതിനും വേണ്ടിയും വയറു സംബന്ധമായ അസുഖങ്ങൾ മാറ്റിക്കിട്ടുന്നതിനും എൻ്റെയും അച്ഛൻ്റെയും അലസതയും മടിയും മാറ്റിക്കിട്ടുന്നതിനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ടോണി പ്രസൺ, ബോംബെ. പുതിയ സിവിൽ എഞ്ചിനീയറിംഗ് വർക്കുകൾ കിട്ടുന്നതിനും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പുതിയ വർക്കുകൾ ചെയ്യുന്നതിനും വിവാഹം നടക്കുന്നതിനും ആയുസ്സും ആരോഗ്യവും ലഭിക്കുന്നതിനും നല്ല ജീവിതം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫെഡറിക് വിക്ടർ, 17-ാം തീയതി 4/15 നടക്കുന്ന PTE എക്സാമിന് 6.5 മാർക്ക് കിട്ടുന്നതിനും വിഷ്ണു PV ജർമ്മൻ എക്സാം B2 നല്ല വിജയം കൈവരിക്കുന്നതിനും അച്ഛൻ ബാബുവിനും അമ്മ സുമതിക്കും അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറിയാമ്മ അലക്സ്, ശക്തികുളങ്ങര. വിദേശത്ത് ജോലി ചെയ്ത് പണം കിട്ടുന്നതിനും മകൾക്ക് താമസ സ്ഥലത്തിനടുത്ത് ജോലി ലഭിക്കുന്നതിനും മകളുടെ ഭർത്താവിന് ജോലി ലഭിക്കുവാനും കുടുംബസമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീന പാല, എൻ്റെ ഭർത്താവ് ജോൺസൻ്റെ എല്ലാ അസുഖങ്ങളും മാറുന്നതിനും എൻ്റെ മക്കൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദൈവവിശ്വാസത്തിൽ വളരുവാനും എൻ്റെ മോൻ കെവിൻ എക്സാം നല്ലവണ്ണം എഴുതി ഫസ്റ്റ് ചാൻസിൽ വിജയിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജസ്റ്റിൻ മാത്യു, USA.
എൻ്റെ ജോലി തടസ്സം മാറുന്നതിനും പുതിയ ജോലി തുടങ്ങുവാനുള്ള കൃപ ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽസമ്മ, പത്തനംതിട്ട. എൻ്റെ ശരീരമാസകലമുള്ള വേദനകൾ സന്ധിവാദം മാറ്റിത്തരുന്നതിനും ഭർത്താവ് മരിച്ചതിൽ ഞാൻ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് മാറ്റിക്കിട്ടുന്നതിനും വേണ്ടിയും വസ്തുപ്രശ്നം മാറി അമ്മയുടെ കൂടെയുള്ള ജീവിതം സമാധാനമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 5. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം എത്രയും വേഗം സഭ അംഗീകരിക്കുവാനും ഐശ്വര്യയുടെ MBBS എക്സാം വിജയകരമായി നടക്കുന്നതിനും എല്ലാ ടെൻഷനുകളും മാറി വിജയിക്കുന്നതിനും ഐശ്വര്യയുടെ ടെൻഷനും ദേഷ്യവും കുറയുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിന്നി തോമസ്, അയർലൻഡ്. ജീവിത പങ്കാളിയും മകനും പെന്തക്കോസ്ത് വിശ്വാസം ഉപേക്ഷിച്ച് കത്തോലിക്ക വിശ്വാസത്തിൽ തിരിച്ചു വരുവാനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വാർഡിൽ നിന്ന് തിരക്കില്ലാത്ത വാർഡിലേക്ക് ജോലി കിട്ടുവാനും ഉദരസംബന്ധമായ രോഗങ്ങൾ മാറുന്നതിനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിറ്റോ, എബി, മാർലിൻ, ജോജോ എന്നീ മക്കൾക്ക് വിവാഹം നടക്കുന്നതിനും ഞങ്ങളുടെയും സിബിയുടെയും പ്രോപ്പർട്ടി വിൽക്കുന്നതിനും സാധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞമ്മ, ബോംബെ. കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. 2 കണ്ണിനും നല്ല കാഴ്ച കിട്ടണം. അസുഖങ്ങളുണ്ടാവരുത്. നടക്കാനുള്ള ബുദ്ധിമുട്ട് മാറ്റിത്തരണം. ആയുസ്സും ആരോഗ്യവും നൽകണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെയിംസ് സിബി, കോട്ടയം. വീട്ടിൽ സാമ്പത്തികവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുന്നതിനും കുടുംബത്തിലെല്ലാവർക്കും ശാരീരിക സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതിനും അപ്പുച്ചേട്ടൻ്റെ കല്യാണം നടക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിത, BP നോർമലാകുന്നതിനും കമ്പ്യൂട്ടർ സെൻറ്ററിൽ ധാരാളം വർക്കുകൾ ലഭിക്കുന്നതിനും എല്ലാവർക്കും ആയുസ്സും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നെഫി മാത്യു, പാല. മെയ് 16 ജോയിൻ ചെയ്യാൻ പോകുന്ന ജോലി, ആ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതിനും സിജിയുടെ വിവാഹ തടസ്സം മാറുന്നതിനും ഷെൽബിൻ്റെ മാനസാന്തരത്തിനും വിവാഹ തടസ്സം മാറി എത്രയും പെട്ടെന്ന് വിവാഹം നടക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. MM ജോൺ, മകൻ ജോബിന് ജോലിയും വിവാഹവും, മകൾക്ക് ജീവിതവും കുടുംബസമാധാനം, ഞങ്ങളുടെ സാമ്പത്തിക വളർച്ച എല്ലാത്തിനും വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ആൻ്റണി, കോട്ടയം. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിനും മാതാവിൻ്റെ സംരക്ഷണം, ഈശോയുടെ സംരക്ഷണം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിയമങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി,
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യ മക്കളോടുള്ള സ്നേഹം പ്രകടമാക്കിയതിനെ പറ്റി ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷകൊള്ളണമേ. ആമേൻ. കൃപാസന ഡയറക്ടർ VP അച്ഛൻ്റെ ആത്മീയ സാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവുന്നതിനും സ്പിരിച്വൽ അനിമേറ്റർ ക്ലിൻ്റൺ അച്ഛനെയും ജോമോൾ സിസ്റ്ററിനെയും സമർപ്പിക്കുന്നു. കൃപാസനം അൽത്താര മുതൽ അടുക്കള വരെയുള്ള എല്ലാ ശുശ്രൂഷകരെയും അൽത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുന്നതിനും കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നവർ, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ എടുക്കുന്നവർ, ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നവർ, വാഹന ലീഡേഴ്സ്, കൃപാസനത്തിൽ നിന്ന് അഖണ്ഡ ജപമാലയും വിദേശത്ത് സ്വദേശത്തും പ്രാർത്ഥിക്കുന്നവർ, പള്ളിത്തോട് സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സ്, സോഷ്യോ മീഡിയയുടെ പ്രവർത്തനങ്ങൾ, ചാരിറ്റബിൾ മിഷൻ, ഇതുവരെ മരിയൻ വണക്കം ഏറ്റെടുത്ത് നടത്തിയവരെയും ഇനി നടത്താനിരിക്കുന്നവരുടെയും നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നന്നയിക്കൂ. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായം കൂടുതലേറ്റ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമേ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനോടൊന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പതിനാറാം തീയതി ദൈവമാതാവിൻ്റെ ശുദ്ധീകരണം. ഒന്നാമത് അനുസരണവും, രണ്ടാമത് എളിമയും, മൂന്നാമത് പരസ്നേഹവും. ഈ മൂന്ന് പുണ്യങ്ങളാണ് ശുദ്ധീകരണം കൊണ്ട് മാതാവ് മുഖ്യമായി പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ആദ്യം പ്രസവാനന്തരം സകല സ്ത്രീകൾക്കും ശുദ്ധീകരണം ആവശ്യമാണ് എന്നൊരു കൽപ്പന പഴയ നിയമത്തിലുണ്ട്. ഈ കൽപ്പന അനുസരിച്ചുകൊണ്ട് പരിശുദ്ധ മറിയം അനുസരണത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയായി ശോഭിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സർവേശ്വരൻ്റെ മാതാവും സകല കന്യകകളിലും പരിശുദ്ധ കന്യകയുമായിരിക്കുന്ന മറിയത്തിൽ പുത്രോൽപാദനമുണ്ടായത് റൂഹാദ കുശായുടെ അത്ഭുത പ്രവൃത്തി കൊണ്ടാകയാൽ ഈ മാതാവ് ഒരു നാളും ശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എങ്കിലും വേദത്തിൽ കൽപ്പിച്ചിരിക്കുന്ന ആചാരമര്യാദകളെല്ലാം അല്പം വ്യത്യാസം പോലും വരുത്താതെ നിറവേറ്റി. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും വേദസംബന്ധമായ കൽപ്പനകൾ ശരിയായും
പൂർണ്ണ മനസ്സോടെയും നിറവേറ്റി വരുന്നോ എന്ന് വിചാരിക്കുവിൻ. ഇല്ലെങ്കിൽ ഇനിയെങ്കിലും അവ വേണ്ട വിധത്തിൽ നിറവേറ്റുന്നതിന് ദൈവജനനി കാണിച്ചു തന്ന ദൃഷ്ടാന്തം പ്രോത്സാഹനജനകമായിരിക്കട്ടെ. രണ്ടാമത്, മറ്റു സ്ത്രീജനങ്ങളെപ്പോലെ ശുദ്ധീകരിക്കപ്പെടുന്നതിന് മനസ്സായതുകൊണ്ട് മറിയം തൻ്റെ കന്യാത്വം, ദൈവമാതൃത്വം എന്നീ ഉന്നത മഹിമകൾ മറയ്ക്കുകയും തന്നെ തന്നെ താഴ്ത്തി അപമാനവും നിന്ദയും അനുഭവിക്കുവാൻ തനിക്കില്ലാത്ത ഹീനത ശേഷം പേർക്ക് കാണിച്ചു കൊടുക്കുകയുമാണല്ലോ ചെയ്തത്. രാജകുടുംബത്തിൽ ജാതയും പരലോക ഭൂലോകങ്ങളുടെ രാജ്ഞിയുമായിരുന്നിട്ടും എളിയ ജനങ്ങൾ കൊടുത്തു വരാറുള്ള 2 ചെങ്ങാലികളെയായിരുന്നു മറിയവും ദേവാലയത്തിൽ കാണിക്കയായി സമർപ്പിച്ചത്. ഈ പ്രവൃത്തി കൊണ്ട് ലോകമഹിമയും സ്തുതിയും വർജ്യമാണെന്ന് ഈ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ നാം വളരെ നിസ്സാരന്മാരും പാപികളുമായിരുന്നിട്ടും സ്വന്തം കുറ്റങ്ങളും കുറവുകളും മറച്ചു വെച്ചുകൊണ്ട് ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് നടിച്ച് മറ്റുള്ളവരാൽ സ്തുതിക്കപ്പെടുന്നതിനും ലോകത്തിൽ കീർത്തി സമ്പാദിക്കുന്നതിനുമായി പ്രയത്നിക്കുന്നു. ഇങ്ങനെയുള്ളവർ ദൈവമാതാവിന് ഇഷ്ടപ്പെട്ട മക്കളാകുന്നതെങ്ങനെ? മൂന്നാമത്, കന്യകാമറിയം ശുദ്ധീകരണത്തിൻ്റെ ശേഷം സ്വന്തം കുമാരനായ ഈശോയെ കാണിക്കയായി സർവേശ്വരന് സമർപ്പിച്ചു. ഈ പ്രവൃത്തിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നത് ദൈവമാതാവിൻ്റെ വിപുലമായ പരസ്നേഹമാകുന്നു. ഈശോ മിശിഹ സ്ലീവായിൽ മരണം പ്രാപിച്ചാൽ മാത്രമേ മനുഷ്യർ രക്ഷപ്പെടുകയുള്ളൂ എന്ന ദൈവനിശ്ചയം പരിശുദ്ധ ദൈവമാതാവ് മുൻകൂട്ടി അറിഞ്ഞു. ഈ നിശ്ചയത്തിനും ദൈവനീതിക്കും ഒത്ത വിധത്തിൽ തൻ്റെ കുമാരനെ ബലിയായി കയ്യേൽപ്പിക്കുകയാണ് ഈ പ്രവൃത്തി കൊണ്ട് അത് സാധിച്ചത്. തന്മൂലം ഈ മാതാവ് മനുഷ്യരോട് കാണിച്ച സ്നേഹവും അനുഭവിച്ച വ്യാകുലതയും എത്രമാത്രമെന്ന് പറയാൻ മനുഷ്യന് ശക്തി പോരാ. ഇത്ര സ്നേഹം നമ്മോട് പ്രദർശിപ്പിച്ച ഈ മാതാവിനെ സ്നേഹിക്കാതിരിക്കാമോ? ഈ രാജ്ഞിയെ സ്നേഹിക്കാത്തവർ നന്ദിഹീനരും ദുഷ്ടരുമല്ലയോ? ദൃഷ്ടാന്തം: ഫ്രാൻസ് രാജ്യത്തിൽ കർക്കസോൺ നഗരിയിൽ വിശുദ്ധ ഡൊമിനിഗോസ് പ്രസംഗം ചെയ്ത് നടക്കയിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു മനുഷ്യനെ കുറേ പേർ കൂട്ടിക്കൊണ്ട് വരികയുണ്ടായി. ദൈവമാതാവിനെക്കുറിച്ചുള്ള 153 മണിജപം നന്നല്ലെന്ന് പറഞ്ഞതിനാൽ അവനിൽ പിശാച് ആവസിച്ചിരുന്നു. വിശുദ്ധ ഡൊമിനിഗോസിന് അവനെ കണ്ടയുടനെ ഇത് മനസ്സിലായതിനാൽ താൻ 153 മണിജപത്തെക്കുറിച്ച് പ്രസംഗിച്ചതെല്ലാം നേരോ കള്ളമോ എന്ന് സർവേശ്വരൻ്റെ നാമത്തിൽ പറയണമെന്ന് പിശാചിനോട് കൽപ്പിച്ചു. അപ്പോൾ പിശാച് ആ മനുഷ്യൻ വഴിയായി ഇങ്ങനെ മറുപടി കൊടുത്തു: ചുറ്റും നിൽക്കുന്ന ക്രിസ്ത്യാനികളെ, ഞാൻ പറയാൻ പോകുന്നതിനെ നിങ്ങൾ കേൾക്കുവിൻ. എൻ്റെ ശത്രുവായ ഡൊമിനിഗോസ് ദൈവമാതാവിനെയും 153 മണിജപത്തെയും പറ്റി പ്രസംഗിച്ചതൊക്കെയും സത്യം തന്നെ. കന്യകാമറിയത്തെ വണങ്ങുന്നവർക്ക് ഒരു തിന്മയും വരുത്താൻ എനിക്ക് ശക്തിയില്ല. അവരിൽ മോക്ഷപ്രാപ്തിക്ക് അയോഗ്യരുണ്ടായിരുന്നാലും ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടാതിരിക്കുകയില്ല. ദിവ്യജനനിയോട് ഭക്തിയായിരുന്ന് 153 മണിജപം പതിവായി ചൊല്ലുന്നവർക്കെല്ലാം അന്ത്യസമയത്തിൽ അവരുടെ പാപങ്ങളെക്കുറിച്ച് ഉത്തമ മനസ്താപവും തന്മൂലം സർവീശ്വരനിൽ നിന്ന് പാപപൂർത്തിയും ഈ മാതാവ് വഴിയായി ലഭിക്കുന്നതാകൊണ്ട് അവർ സംശയം കൂടാതെ മോക്ഷപ്രാപ്തരാകും. പിശാചിൻ്റെ ഈ വാക്കുകൾ കേട്ട് അവിടെ നിന്ന് എല്ലാവരും വിശുദ്ധ ഡൊമിനിഗോസും ആ പിശാചിനെ അയാളിൽ നിന്ന് ഒഴിപ്പാനായിട്ട് 153 മണിജപം ചൊല്ലാൻ തുടങ്ങി. അയാളിൽ അനേകം പിശാചുകൾ ആവസിച്ചിരുന്നതിനാൽ ഓരോ നന്മ നിറഞ്ഞ മറിയം എന്ന ജപത്തിനും ഓരോ പിശാച് തീക്കനൽ രൂപത്തിൽ ഓടിപ്പോകുകയും ജപം തീർന്നയുടനെ ആ മനുഷ്യൻ പൂർണ്ണസുഖം പ്രാപിക്കുകയും അനേക പതിതർ ഈ അത്ഭുതം കണ്ട് മനസ്സ് തിരിയുകയും ചെയ്തു. ക്രിസ്ത്യാനികളെ, പിശാച് നിങ്ങൾക്ക് ഒരു തിന്മയും വരുത്താതിരിക്കാൻ വേണ്ടി എപ്പോഴും ദൈവമാതാവിൻ്റെ സങ്കേതം പ്രാപിച്ചു കൊള്ളണം. ജപം:
എത്രയും കനിവുള്ള എത്രയും കനിവുള്ള കന്യകാമറിയമേ, കന്യകാമറിയമേ, ദൈവത്തിന്റെ അമ്മയെന്ന പൂജ്യനാമത്താൽ ക്രിസ്ത്യാനികൾ അങ്ങയെ വിളിക്കുന്നത് കേൾക്കുമ്പോഴെല്ലാം ഞാൻ അത്യധികം സന്തോഷിക്കുന്നു. എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടാൻ തക്ക മാതാവേ, രാജാതിരാജനായ സർവീശ്വരൻ അങ്ങേ എളിമയും ഭക്തിവിശ്വാസങ്ങളും കണ്ട് അളവില്ലാത്ത വിധത്തിൽ സ്നേഹിച്ച് ഏറ്റവും ഉന്നത മഹിമ അങ്ങേക്ക് നൽകിയതുകൊണ്ടും അനവധി ഉപകാരങ്ങൾ എനിക്ക് ചെയ്തതിനാലും അങ്ങയെ ഞാൻ സ്നേഹിക്കാതിരിക്കാമോ? വേണ്ട പോലെ അങ്ങയെ സ്നേഹിപ്പാൻ സാധിക്കാത്തതിനാൽ സങ്കടപ്പെട്ടുകൊണ്ട് എന്റെ ആത്മാവും ശരീരവും എനിക്കുള്ള സകലവും അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞാൻ കാഴ്ചവെച്ചുകൊള്ളുന്നു. അങ്ങ് തന്നെ അവയെ ഭരിച്ച് അങ്ങേ ഇഷ്ടം പോലെ നടത്തിക്കൊള്ളണമേ. എത്രയും ദൈവ മാതാവേ, നിന്റെ സംഗീതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദൈവ മാതാവേ, ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കടന്നു ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സംഗീതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ.
പാപികളുടെ സംഗീതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നിർണ്ണയിക്കുക. ആമേൻ. സുഹൃത ജപം. സ്നേഹത്തിന് പാത്രമായ മാതാവേ, സ്നേഹത്തിന് പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് പാത്രമായ മാതാവേ, സ്നേഹത്തിന് പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് പാത്രമായ മാതാവേ, സ്നേഹത്തിന് പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൽക്രിയ. ചില അജ്ഞാനികളോട് സത്യവേദത്തെ പറ്റി പറയണം. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, പാപം പൊറുക്കേണമേ നാഥ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, പ്രാർത്ഥന കേൾക്കേണമേ നാഥ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, ഞങ്ങളിൽ കനിയണമേ നാഥ, ഞങ്ങളിൽ കനിയണമേ. ആവേ 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 മരിയ, ആവേ